അങ്ങനെ ഈ വർഷത്തെ ഓണമൊക്കെ ആഘോഷിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് വളയത്തെ വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന നല്ല നിമിഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ തിങ്കളാഴ്ചത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഞങ്ങൾ പിള്ളേരുടെ കൂടെ ഇരുന്നാണ്ട് ഒരുമിച്ച് ചായയൊക്കെ കുടിച്ചു. കാരണം ഇന്ന് സ്കൂളിലെ ദിവസമല്ലേ, അപ്പോൾ അവരൊക്കെ സ്കൂളിൽ പോയിട്ട് പുഴയ്ക്ക് പോകാമെന്നുള്ളതിൽ അവരുടെ കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. ലച്ചുമോൾ ഇതാ സ്കൂളിലേക്ക് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾ പറയും ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നിട്ട് പോയാൽ മതി പറഞ്ഞു. അപ്പം അങ്ങനെ നിന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് പുഴയിലേക്കാണ് കേട്ടോ. പുഴയിലെത്തിയപ്പോൾ സമയം ഒരു 11-11:30 മണി. നല്ല വെയിലാണ്, പക്ഷേ നല്ല കാറ്റുമുണ്ട്. ആ സമയത്ത് പുഴയിൽ അധികം ആൾക്കാരൊന്നുമില്ല. അപ്പം ഞങ്ങൾ സുഖമായിട്ട് പുഴയിൽ നിന്നൊക്കെ കുളിക്കും. ഇവിടെ വന്നാൽ പിന്നെ പുഴയിൽ പോവാതെ നിൽക്കാറില്ല കേട്ടോ. പുഴയ്ക്ക് വരുന്നത് 2 പേർക്കും ഇഷ്ടമാണ്. എത്ര രാത്രിയായാലും പ്രസാദേട്ടൻ പറയും നമുക്ക് പുഴയിൽ പോയി കുളിച്ചിട്ട് വരാം. പിന്നെ ഞങ്ങൾ വൈകുന്നേരമാണ് പോണതെന്ന് പറഞ്ഞപ്പോൾ അല്ലുക്കുട്ടൻ സ്കൂളിലേക്കും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അല്ലുക്കുട്ടനും പ്രസാദേട്ടനും ഇതാ കുളി കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് കയറി നിന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതാ അലക്കിയതും കൊണ്ട് അവരെ പിന്നാലെ ഇങ്ങനെ കയറി വരികയാണ്. വെയിലിന് നല്ല ചൂടുണ്ട് കേട്ടോ, പക്ഷേ നല്ല കാറ്റടിക്കുന്നുണ്ട്. അങ്ങനെ കാറ്റടിക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ട്. സാധാരണ രാവിലെ കേട്ടോ ഞങ്ങൾ കുളിക്കാൻ പോവാറ്. പക്ഷേ പിള്ളേരെ കൂടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അവരുടെ കൂടെ ഇരുന്ന് ചായ കുടിച്ചു. അത് കഴിഞ്ഞ് അവർ സ്കൂളിൽ പോകണമെന്ന് നോക്കിയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പുഴയ്ക്ക് ഞങ്ങൾ കുളിക്കാൻ വന്നത് കേട്ടോ. ഇതാ എന്നെ കാത്ത് 2 ആൾ കാത്ത് നിൽക്കുന്നുണ്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. പിന്നെ ഉച്ചഭക്ഷണം കഴിച്ചു. പിന്നെ കുറച്ച് നേരം വിശ്രമിച്ചു. പിന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. അങ്ങനെ ഒരു 3-3:30-4 മണിയായപ്പോൾ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വന്നു. പിന്നെ അവരോടൊക്കെ യാത്ര പറഞ്ഞു. ഞങ്ങളിതായി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ലച്ചുമോൾക്ക് സങ്കടം, പാലക്കുട്ടൻ കരയുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ചെറിയൊരു പനിക്കോളുണ്ട്. അമ്മ ഒരു സങ്കടത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ട്. അഞ്ജുവിനും ഒരു സങ്കടമായിട്ടുണ്ട്. അവരെയൊക്കെ മുഖം കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഒരു ഫീലിംഗ് ആയിട്ടോ. പിന്നെ സ്വന്തം വീട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ, പോവാതിരിക്കാൻ നമുക്ക് പറ്റൂലല്ലോ അല്ലേ. അങ്ങനെ ഒരു 5:30 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അതിനിടയ്ക്ക് അനിയത്തിൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് അവരോടും യാത്ര പറഞ്ഞ് പിള്ളേരൊക്കെ കണ്ട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ പേരാമ്പ്രയെത്തിയപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ കയറിട്ടോ. കുറച്ച് നേരം അവിടെ നിന്നു. അതിനിടയ്ക്ക് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, ചെറിയൊരു ആക്സിഡൻ്റൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് വൈകിപ്പോയി. അങ്ങനെ പോന്ന് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ സമയം 9 മണിയായി കേട്ടോ. അല്ലെങ്കിൽ 8 മണിയൊക്കെ ആകുമ്പോൾ ബ്ലോക്കപ്പെട്ടതുകൊണ്ട് 9 മണിയായി വീട്ടിലെത്തിയപ്പോൾ. അങ്ങനെ ഓണമൊക്കെ ആഘോഷിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് ഇതാ വളയത്തെ വീട്ടിലേക്ക് ഇത് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക. ഇതാ വീട്ടിലേക്ക് എത്തി കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ ഓണാഘോഷങ്ങളും കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് തിങ്കളാഴ്ചത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇനിയിപ്പോൾ എന്താ അടുത്ത പണിയെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ നല്ല നിമിഷങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക അല്ലേ.